നമസ്കാരം. ഞാൻ ഡോക്ടർ പി വി മജീദ്. ഇന്ന് നമ്മളിൽ മിക്കവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കഴുത്തുവേദന. മണിക്കൂറുകളോളം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്നത്, മൊബൈൽ ഫോണിലേക്കുള്ള അമിതമായ നോട്ടം, തെറ്റായ രീതിയിലുള്ള കിടപ്പ്, കാരണങ്ങൾ പലതാകാം. ഈ വേദന നമ്മുടെ ദിവസത്തെ മൊത്തത്തിൽ നശിപ്പിക്കും, അല്ലേ? എന്നാൽ പേടിക്കേണ്ടതില്ല. വളരെ ലളിതമായ എന്നാൽ ഫലപ്രദമായ ചില വ്യായാമങ്ങളിലൂടെ നമുക്ക് ഈ കഴുത്തുവേദനയെ മാറ്റാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 6 ലളിതമായ വ്യായാമങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി കാണിച്ചു തരാം. ഇത് നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. തയ്യാറാണോ? നമുക്ക് തുടങ്ങാം. ഓരോന്നും 5 മുതൽ 10 തവണ വരെ ചെയ്യാവുന്നതാണ്. ആദ്യമായി കഴുത്ത് തിരിക്കൽ, നെക്ക് റൊട്ടേഷൻ. ഇത് കഴുത്തിലെ പേശികളെ അയവുള്ളതാക്കാൻ സഹായിക്കുന്നു. സ്റ്റെപ്പ് 1, നേരെ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുക, തോളുകൾ അയച്ചിടുക. സ്റ്റെപ്പ് 2, പതുക്കെ തല വലത്തോട്ട് തിരിക്കുക, നിങ്ങളുടെ തടി തോളിന് നേരെ വരുന്നത് വരെ. സ്റ്റെപ്പ് 3, 5 സെക്കൻഡ് ഈ നിലയിൽ തുടരുക. സ്റ്റെപ്പ് 4, പതുക്കെ തല നേരെയാക്കുക. സ്റ്റെപ്പ് 5, പതുക്കെ തല ഇടത്തോട്ട് തിരിക്കുക, നിങ്ങളുടെ താടി തോളിന് നേരെ വരുന്നത് വരെ. സ്റ്റെപ്പ് 6, 5 സെക്കൻഡ് ഈ നിലയിൽ തുടരുക. സ്റ്റെപ്പ് 7, പതുക്കെ തല നേരെയാക്കുക, കഴുത്തിന് മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കൽ, നെക്ക് ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ. ഇത് കഴുത്തിന്റെ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും പേശികൾക്ക് ആയാസം നൽകാനും വഴക്കം കൂട്ടാനും സഹായിക്കുന്നു. സ്റ്റെപ്പ് 1, നമ്മൾ കഴുത്ത് വെർട്ടിക്കലി ചലിപ്പിക്കാൻ പോവുകയാണ്. നേരെ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുക. പതുക്കെ, വളരെ സാവധാനം നിങ്ങളുടെ തല പിന്നിലേക്ക് ചരിക്കുക, നിങ്ങളുടെ കണ്ണ് സീലിംഗിലേക്ക് നോക്കുന്നത് വരെ ഉയർത്തുക. മുൻകഴുത്തിലെ പേശികൾ വലിയുന്നത് അനുഭവപ്പെടും. 5 സെക്കൻഡ് ഈ നിലയിൽ തുടരുക. വേദനയുണ്ടെങ്കിൽ കൂടുതൽ പിന്നിലേക്ക് ചരിക്കരുത്. സ്റ്റെപ്പ് 2, ഇനി പതുക്കെ തല പഴയ നിലയിലേക്ക് കൊണ്ടുവരിക. സ്റ്റെപ്പ് 3, സാവധാനം തല മുന്നിലേക്ക് കുനിക്കുക, നിങ്ങളുടെ താടി നെഞ്ചിൽ ഒട്ടിക്കാൻ ശ്രമിക്കുക. ഈ സമയത്ത് പിൻകഴുത്തിലെ പേശികൾ വലിയുന്നതായി അനുഭവപ്പെടും. 5 സെക്കൻഡ് ഈ നിലയിൽ തുടരുക. അതിനുശേഷം വീണ്ടും തല നേരെയാക്കുക. ഈ വ്യായാമം മുകളിലോട്ടും താഴേക്കും 5 തവണ ആവർത്തിക്കുക. കഴുത്ത് ചരിക്കൽ, നെക്ക് ടിൽറ്റ്, സൈഡ് ടു സൈഡ്. ഇത് കഴുത്തിന്റെ വശങ്ങളിലെ പേശികൾക്ക് ആശ്വാസം നൽകുന്നു. സ്റ്റെപ്പ് 1, നേരെ ഇരിക്കുക. സ്റ്റെപ്പ് 2, പതുക്കെ തല ഇടത്തുവശത്തേക്ക് ചരിക്കുക, നിങ്ങളുടെ ചെവി തോളിന് നേരെ കൊണ്ടുവരാൻ ശ്രമിക്കുക, തോൾ ഉയർത്തരുത്. സ്റ്റെപ്പ് 3, 5 സെക്കൻഡ് പിടിച്ചു നിൽക്കുക, കഴുത്തിന്റെ വലതുവശത്ത് നല്ലൊരു വലിച്ചൽ അനുഭവപ്പെടും. സ്റ്റെപ്പ് 4, പതുക്കെ പഴയ നിലയിലേക്ക് വരിക, ശേഷം വലതുവശത്തേക്കും ചെയ്യുക. താടി ഉള്ളിലേക്ക് വലിക്കൽ, ചിൻ ടക്ക്. ഇത് കഴുത്തിന്റെ പിൻഭാഗത്തെ പേശികളെ ശക്തിപ്പെടുത്താനും പോസ്ചർ ശരിയാക്കാനും സഹായിക്കുന്നു. സ്റ്റെപ്പ് 1, നേരെ നോക്കി ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുക. സ്റ്റെപ്പ് 2, വിരലുകൾ ഉപയോഗിക്കാതെ താടി പതുക്കെ ഉള്ളിലേക്ക് കഴുത്തിന് നേരെ വലിക്കുക. നോക്കുമ്പോൾ ഒരു ഡബിൾ ചിൻ ഉണ്ടാക്കുന്നത് പോലെ തോന്നും. തല മുന്നോട്ട് കുനിക്കരുത്. സ്റ്റെപ്പ് 3, കഴുത്തിന്റെ പിൻഭാഗത്ത് ഒരു വലിച്ചിൽ അനുഭവപ്പെടും. 5 സെക്കൻഡ് പിടിച്ചു നിൽക്കുക. സ്റ്റെപ്പ് 4, ശേഷം പഴയപടി ആക്കുക, തോളുകൾ പിന്നിലേക്ക് തിരിക്കുക. ഷോൾഡർ റോൾസ്, തോളിലെയും കഴുത്തിലെയും പിരിമുറുക്കൻ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. സ്റ്റെപ്പ് 1, കൈകൾ വശങ്ങളിൽ ഫ്രീ ആയി ഇട്ടുകൊണ്ട് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുക. സ്റ്റെപ്പ് 2, തോളുകൾ രണ്ടും ചെവിയുടെ അടുത്തേക്ക് ഉയർത്തുക. സ്റ്റെപ്പ് 3, ശേഷം പതുക്കെ തോളുകൾ പിന്നിലേക്ക് കൊണ്ടുപോയി താഴത്തേക്ക് ഇറക്കുക, ഒരു വട്ടം തിരിക്കുന്നത് പോലെ. സ്റ്റെപ്പ് 4, ഇത് 5 മുതൽ 10 തവണ വരെ ചെയ്യുക. സ്റ്റെപ്പ് 5, കൈകൾ വശങ്ങളിൽ ഫ്രീ ആയി ഇട്ടുകൊണ്ട് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുക. സ്റ്റെപ്പ് 6, തോളുകൾ രണ്ടും ചെവിയുടെ അടുത്തേക്ക് ഉയർത്തുക. സ്റ്റെപ്പ് 7, ശേഷം പതുക്കെ തോളുകൾ മുന്നിലേക്ക് കൊണ്ടുപോയി താഴേക്ക് ഇറക്കുക, ഒരു വട്ടം തിരിക്കുന്നത് പോലെ. സ്റ്റെപ്പ് 4,
ഇത് 5 മുതൽ 10 തവണ വരെ ചെയ്യുക. കൈകൾ ചേർത്ത് വെച്ച് വലിക്കുക. ഹാൻഡ്സ് ക്ലാപ്സ് സ്ട്രെച്ച്. ഇത് തോളുകൾക്കും മുകൾ ഭാഗത്ത് നടുവിനും അപ്പർ ബാക്ക് നല്ലൊരു സ്ട്രെച്ച് നൽകുന്നു. സ്റ്റെപ്പ് 1, നേരെ നിൽക്കുക. കൈകൾ രണ്ടും മുന്നിൽ കോർത്തു പിടിക്കുക. കൈപ്പത്തികൾ പുറത്തേക്ക് തിരിച്ചു പിടിക്കുക. സ്റ്റെപ്പ് 2, കൈകൾ മുന്നിലേക്ക് പരമാവധി തള്ളുക. മുകൾ ഭാഗത്ത് നടുവ് അപ്പർ ബാക്ക് വല്ലാതെ വളയ്ക്കരുത്. സ്റ്റെപ്പ് 3, തോളുകൾക്കിടയിൽ നല്ലൊരു വലിച്ചിൽ അനുഭവപ്പെടും. 10 സെക്കൻഡ് ഈ നിലയിൽ തുടരുക. സ്റ്റെപ്പ് 4, പതുക്കെ കൈകൾ അയക്കുക. സ്റ്റെപ്പ് 5, നേരെ നിൽക്കുക. കൈകൾ രണ്ടും പിന്നിൽ ചേർത്ത് പിടിക്കുക. കൈപ്പത്തികൾ പുറത്തേക്ക് തിരിച്ചു പിടിക്കുക. സ്റ്റെപ്പ് 2, കൈകൾ പിന്നിലേക്ക് പരമാവധി തള്ളുക. മുകൾ ഭാഗത്തെ നടുവ് അപ്പർ ബാക്ക് വല്ലാതെ വളയ്ക്കരുത്. സ്റ്റെപ്പ് 3, തോളുകൾക്കിടയിൽ നല്ലൊരു വലിച്ചൽ അനുഭവപ്പെടും. 10 സെക്കൻഡ് ഈ നിലയിൽ തുടരുക. സ്റ്റെപ്പ് 4, പതുക്കെ കൈകൾ അയക്കുക. കണ്ടില്ലേ, വളരെ ലളിതമായ 6 വ്യായാമങ്ങൾ. ദിവസവും കുറച്ച് സമയം ഇതിനായി മാറ്റിവെച്ചാൽ നിങ്ങളുടെ കഴുത്തുവേദനയ്ക്ക് വലിയൊരു ആശ്വാസം ലഭിക്കും. കമ്പ്യൂട്ടർ ജോലി ചെയ്യുമ്പോഴും മൊബൈൽ ഉപയോഗിക്കുമ്പോഴും ഇടയ്ക്കിടെ ബ്രേക്ക് എടുക്കാനും ഈ വ്യായാമങ്ങൾ ചെയ്യാനും മറക്കരുത്. ഈ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ വേദന കൂടുകയാണെങ്കിൽ ഉടൻ തന്നെ നിർത്തുക. നിങ്ങൾക്ക് കഠിനമായ വേദനയോ കൈകളിലേക്ക് പടരുന്ന തരിപ്പോ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒരു ഓർത്തോ ഡോക്ടറുടെയോ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ ഉപദേശം തേടിയ ശേഷം വ്യായാമങ്ങൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി. ആരോഗ്യത്തോടെ ഇരിക്കുക.